നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയാണെങ്കിലോ? അതായത് അവർക്ക് നിങ്ങൾ ലൈഫ് ലോങ് ഒന്നും വേണമെന്നില്ല, കല്യാണം കഴിച്ച് ജീവിക്കണമെന്നൊന്നുമില്ല. അവരുടെ വീട്ടുകാർ പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ വേറൊരാളെ കല്യാണം കഴിക്കുന്നവരെ മാത്രമാണ് നിങ്ങളെങ്കിലോ? തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സ്നേഹമായിരുന്നു, വളരെ സിൻസിയറായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവന് നല്ലൊരു ആലോചന വന്നപ്പോൾ അവൻ പോയി, അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ആലോചന വന്നപ്പോൾ എന്നെ ഇട്ടിട്ട് പോയി. എനിക്കത് മനസ്സിലായത് കൂടിയില്ല. വളരെ പെട്ടെന്നാണ് എന്നെ ഒഴിവാക്കിയതെന്നൊക്കെ. നമുക്കിതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നതാണോ, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണോ എന്നൊക്കെ നമുക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഞാൻ മനസ്സിലാക്കിയ കുറച്ച് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കിതിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ കണ്ണടച്ചതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീട്ടിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, വീഡിയോ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അഭിപ്രായം പറയാവൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് മാരേജിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ പറയും, നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലോ, കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്താലോ, അതുപോലെ കല്യാണം കഴിച്ചാലോ, ഈ ഒരു രീതിയിൽ പഞ്ചാബി സ്റ്റൈലിൽ കല്യാണം കഴിച്ചാലോ, അല്ലെങ്കിൽ ഇന്ന സ്റ്റൈലിൽ കല്യാണം കഴിച്ചാലോ, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവില്ലേ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ. പക്ഷെ അവർക്കത് താല്പര്യം ഉണ്ടാവില്ല. അവരെന്താ പറയുക, അത് അപ്പോഴുള്ള കാര്യമല്ലേ, അപ്പോൾ ചിന്തിച്ചാൽ പോരെ, ഇപ്പോഴേ ചിന്തിച്ചാൽ ആ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സങ്കടമാവില്ലേ? അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു പോയിൻ്റ് നമ്മൾ ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടിരിക്കും. നമ്മൾ വിചാരിക്കും എന്താ, ചുമ്മാ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഒരു കാരണവശാലും നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കില്ല. അവർ ഹോപ്പ് വെച്ചുകൊണ്ടേയിരിക്കും. വളരെ സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നവർ എന്തൊക്കെ മെച്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് വന്നാലും നിങ്ങളെ നേടണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അതായത് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലെങ്കിലാണ്, ഒരു കോൺഫിഡൻറ്റ് ഇല്ലെങ്കിലാണ് ആ ഒരു കാര്യം വരിക. അത് അപ്പോഴുള്ള കാര്യമില്ല, അപ്പം നോക്കാം. ഒന്നുകിൽ നിങ്ങളുടെ സീരിയസ് ആയിട്ട് സ്നേഹം പിന്നീട് കുറഞ്ഞു വരുമ്പോഴും ഇങ്ങനെയുള്ള ഡയലോഗ് വരാം കേട്ടോ. അതായത് ഒരുപാട് സ്നേഹമൊക്കെ കുറഞ്ഞു താല്പര്യമൊക്കെ കുറഞ്ഞു വരുമ്പോൾ, മടുപ്പൊക്കെ വരുമ്പോഴും ഇതേ ഡയലോഗ് വരാം. അല്ല, അവർക്ക് കല്യാണം കഴിക്കുന്നവരെ, വേറൊരു കല്യാണം കഴിയുന്നവരെ നിങ്ങൾ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു ഡയലോഗ് വരാവുന്നതാണ്. ഒരു ചാൻസ് ആട്ടോ ഞാൻ പറഞ്ഞത്. നമ്പർ 2 എന്ന് പറയുന്നത് വഴക്കിട്ടാലുണ്ടാവുന്ന ഒരു ഗ്യാപ്പാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്താട്ടോ, ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചു. നിങ്ങൾ രണ്ടാളും തമ്മിൽ മുരിഞ്ഞടിയായി എന്നങ്ങ് വിചാരിക്കുക, ഭയങ്കര വഴക്കായി. അതിനുശേഷം അവരൊന്നും മിണ്ടാണ്ട് മെസ്സേജൊക്കെ സീൻ ചെയ്ത് പെട്ടെന്ന് പോവാണ്, ഒരു താല്പര്യം കാണിക്കില്ല എന്ന് വിചാരിക്കുക. മാക്സിമം ഒരു ദിവസം ബെസ്റ്റ് ടൈമിംഗ് ആണ്. കുറച്ച് മണിക്കൂറുകളോ, അല്ലെങ്കിൽ രാവിലെ വഴക്കിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു വരുന്നതോ, രാത്രി വഴക്കിട്ട് രാവിലെ ആകുമ്പോൾ റെഡി ആവുന്നതോ, അതൊക്കെ വളരെ നോർമലാണ്, ഹെൽത്തി റിലേഷൻഷിപ്പുള്ളതാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാണ്ടിരുന്നിട്ട് പോലും, അയച്ചിട്ട് പോലും അവരിങ്ങോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അവർ മാക്സിമം നിങ്ങളില്ലാണ്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ലവ് ഇല്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി അടുത്തൊരു പോയിൻ്റ് നോക്കാം. 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒട്ടും പൊസസീവ് ഇല്ല എന്ന് പറയാം. നമ്മൾ വിചാരിക്കില്ലേ, നമ്മൾ പറയും പൊസസീവ് എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ കാണാറുണ്ടല്ലേ. അത് നിങ്ങൾ ജസ്റ്റ് ഒരു പയ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളുമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവർ പറയും, എന്തിനാ അവരുടെ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, അവൻ്റെ നോട്ടമൊന്നും ശരിയില്ല. ചുമ്മാ ഒരു പൊസീവ് കേട്ടോ, ഞാൻ ടോക്സിക് ആയിട്ടല്ല പറഞ്ഞത്. അത് ടോക്സിക്കും ഉണ്ട്, ഷാൾ നേരെ ഇട്ടറി, നീ അവനോട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ് പൊസസീവൊക്കെ നല്ല രസമാണല്ലേ. നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് തന്നെ തോന്നും, എന്താ അസൂയ ഇതൊക്കെ തോന്നുന്നില്ല, ആ ഒരു നമുക്ക് തോന്നുമല്ലോ. അങ്ങനെയുള്ള പൊസസീവാണ് ഞാൻ പറഞ്ഞത്. അതുപോലും ഇല്ലെങ്കിൽ, അതായത് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, വേറെ അടിച്ചു പൊളിക്കും, നിങ്ങളെ ഫ്രീഡത്തിനൊക്കെ ഒരു തരത്തിൽ അവരൊന്നും പറയുന്നില്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലേ. എന്തും പ്രശ്നമുണ്ടെങ്കിലും എന്ത് പോകുമ്പോഴും എല്ലാം ഷെയർ ചെയ്യും. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അവർ പറയും, എല്ലാം പറയും അല്ലേ. സ്വാഭാവികമായിട്ട് ഇത് പറയും. ചെറിയ പോസസീവ് എല്ലാ റിലേഷൻഷിപ്പും ഉണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ഒരു ബെസ്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ തന്നെ കാരണം. പക്ഷേ നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന തുടങ്ങുമ്പോൾ പതിയെ പൊസസീവൊക്കെ പൊതുവെ കുറയും. കാരണം സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ, ജീവിതമൊക്കെ പോകുമ്പോൾ പൊതുവെ കുറവായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് പ്രണയിക്കുന്ന സമയത്തുണ്ടാകുന്ന കാര്യം കേട്ടോ ഉദ്ദേശിച്ചത്. 4ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത് കണ്ടെത്തുന്ന ടൈമിൻ്റെ ഒരു ഡിഫറൻസ് അതാണ്. അതായത് ഇപ്പോൾ ചാറ്റ് ചെയ്യാനൊക്കെ കണ്ടെത്തുവാണെങ്കിൽ കുറച്ച് സമയം ചാറ്റ് ചെയ്താൽ പിന്നെ അവർ പെട്ടെന്ന് പോകും. അങ്ങനെ കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം.
ചിലപ്പോൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന റൊമാൻസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു ടോക്കിന് വേണ്ടി മാത്രം ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരവരുടെ കാര്യം മാത്രം ഷെയർ ചെയ്തിട്ട് പോവുകയാണ്, നിങ്ങളൊന്ന് കേൾക്കാൻ കൂടി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കൊണ്ടിരിക്കാനുള്ള സ്പേസ് പോലും കിട്ടുന്നില്ല. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ഇപ്പോൾ വരാവേ, ഒരു ചെറിയൊരു പണിയുണ്ട് ഇപ്പോൾ വരാവേ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നെ അവരെ കാണുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ആ റിലേഷൻഷിപ്പ് അത്ര ഹെൽത്തി ആയിരിക്കില്ല. അതൊരു സീരിയസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊരു സീരിയസ്നെസ് അല്ലാത്ത റിലേഷൻഷിപ്പ്, ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ കാണുന്ന കാര്യമാണ്. അതും തീർച്ചയായിട്ടും ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ അവർ കല്യാണം കഴിയുന്നവരെ ചുമ്മാ അങ്ങനെ കൊണ്ടു നടക്കുന്നതൊക്കെ ആയിരിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ചിലപ്പം ഭയങ്കര നീറ്റിലായിരിക്കും. നമുക്ക് കല്യാണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതായിരിക്കുമോ, നമ്മളിനി പറ്റിക്കുന്നതായിരിക്കുമോ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ സീരിയസ് ആണെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം നീ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിട്ട് അവരുമായിട്ട് അടി ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് പറയുന്ന കാര്യമാണ്. ചിലപ്പം അവർ ബിസി ആയതുകൊണ്ടായിരിക്കാം, അവർക്ക് എന്തെങ്കിലും ഉള്ളിൽ വിഷമമുണ്ടാകും, അങ്ങനെ പല റീസണുകളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ചിലപ്പോൾ ഇതും ആവാം, അതായത് കല്യാണം കഴിക്കുന്നവരെ കൊണ്ടെടുക്കുന്നതും ആവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? കാരണം എന്ന് വെച്ചിട്ട് നിങ്ങൾ അവരെ ലൈഫിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാണ്ട് നിങ്ങൾ നിങ്ങളെ പാട് നോക്കി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ പണി നോക്കി മുമ്പോട്ട് പോട്ടെ വില്ലെന്നോട്ട് മുമ്പോട്ട് പോകുക. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇത് അതൊന്നും ആയിരിക്കില്ല, വേറെ എന്ത് വിഷമം ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്ത് പറ്റി സങ്കടമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ 4 പോയിൻറ്റ്സ് അല്ലേ, ഈ 4 പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ, എടാ നീ എന്തുകൊണ്ട് നിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ എന്നോട് സംസാരിക്കുന്നു, കുറച്ചുകൂടെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് വളരെ നോർമലായിട്ട് അടി ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. വളരെ നോർമലായിട്ട് സംസാരിക്കുക. അപ്പോൾ അവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അവർക്ക് അതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും, അവർ ചിലപ്പം നമ്മളെ സൈഡ് ചിന്തിക്കാത്തതായിരിക്കും. അപ്പോൾ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, നമ്മൾ സംസാരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ടത് റെഡി ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെ പല പോയിൻറ്റ്സുകളും റെഡിയാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. റെഡി ആവുന്നില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളും ഹോപ്പ് വെച്ച് അവസാനം അവർ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇരുന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിനേക്കാളും നല്ലതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയല്ലേ, സെറ്റല്ലേ. അവർ ചിലപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചില്ല, അവരുടെ ഉള്ളിൽ വെറുതെ കുഞ്ഞു വിഷമങ്ങളോ വല്ലതും കൊണ്ടാണെങ്കിലോ. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാത്ത പല പ്രശ്നങ്ങളും ഒന്നുമില്ല. ഭൂരിഭാഗം പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ തീരും. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവരോട് ചോദിക്കുക. ഈ 4 പോയിൻറ്റും മാറ്റി നല്ല സീരിയസ് ആയിട്ടുള്ള ലവുകൾ ആക്കിയെടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു 3 വീഡിയോയുടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആയിട്ട് ഒരു റിലേറ്റബിൾ ആണ്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്തായാലും അത് കണ്ടിരിക്കണം. സോ അത് പോയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരണ്ടെങ്കിൽ എന്തും നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ഉപകാരങ്ങൾ എനിക്കും ഉണ്ടാവും. അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് നോക്കും. ഇറ്റ്സ് എ മലയാളി, ഉറപ്പായിട്ടും പോയി നോക്കും. അങ്ങനെ അവർക്കും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ഇൻസിഡൻ്റൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതും തീർച്ചയായിട്ടും അവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. സോ thank you for watching my video. Thank you so much. Take care and bye.